ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ വിശ്വപ്രസിദ്ധമായ മകം തൊഴൽ നാളെ. നെയ്വിളക്കിൽ തിരിതെളിച്ച് ഉച്ചയ്ക്ക് 2-ന് മകം ദർശനത്തിനായി നട തുറക്കും. ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 9:30 വരെയാണ് മകം തൊഴൽ. മകം തൊഴലിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം KP അജയൻ അറിയിച്ചു. മകം തൊഴലിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഭക്തർക്ക് നിൽക്കാൻ നടപ്പന്തലടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കി കഴിഞ്ഞു. ഭക്തർക്ക് വെള്ളവും പഴവും ബിസ്ക്കറ്റുകളും വിതരണം ചെയ്യും. സുഗമമായ ദർശനത്തിനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം KP അജയൻ പറഞ്ഞു. തമിഴ്നാട്ടുകാരൻ കൂടിയായ ശ്രീ കണ്ണൻ, അദ്ദേഹത്തിൻ്റെ സമർപ്പണമാണ് ഈ പുഷ്പാലങ്കാരം. ഈ ക്ഷേത്രത്തിലെ ഭക്തിസാന്ദ്രമാക്കുന്നതിനോടൊപ്പം തന്നെ ഉത്സവ അന്തരീക്ഷം വരത്തക്ക രീതിയിൽ വളരെ കമനീയമായ രീതിയിലാണ് ഇത്രയും പുഷ്പങ്ങൾ കൊണ്ട് ഈ ക്ഷേത്ര അന്തരീക്ഷത്തെ മുഴുവൻ വളരെ മനോഹാരിതയോടുകൂടി സംരക്ഷിച്ചു വരുന്നു. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ക്യൂവിൽ പ്രവേശിക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ക്യൂ ക്രമീകരണങ്ങൾ ഇതിനോടകം തന്നെ ജില്ലാ ഭരണകൂടവും ജില്ലാ പോലീസ് സംവിധാനവും ദേവസ്വം ബോർഡുമായി സഹകരിച്ച് സർക്കാരിൻ്റെ ഇതര വകുപ്പുകളും എല്ലാം ചേർന്ന് ഏകോപിപ്പിച്ചുകൊണ്ട് അവലോകന യോഗങ്ങൾ നടത്തി എല്ലാം ക്രമീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സർവാഭരണ വിഭൂഷിതയായി അഭയവരദ മുദ്രകളോടെ വില്യമംഗലം സ്വാമിയാർക്ക് ദേവി ദർശനം നൽകിയതിന്റെ സ്മരണയിലാണ് മകം തൊഴൽ. വിവാഹം നടക്കാനും ദീർഘസുമംഗലിയാകാനും മകം തൊഴൽ അതിവിശേഷമെന്നാണ് വിശ്വാസം. തങ്കകോളക ചാർത്തി സർവാഭരണങ്ങൾ അണിഞ്ഞ് ദേവി ഭക്തർക്ക് ദർശനം നൽകും. മഹാതപസ്വിയായിട്ടുള്ള വില്യമംഗലം സ്വാമിയാർ ചോറ്റാനിക്കര ഭഗവതിയുടെ ആ ഒരു ചൈതന്യത്തിനെ കുറിച്ച് മനസ്സിലാക്കി ഇവിടെ വന്നു. അങ്ങനെ ഉച്ച സമയത്താണ് മകം നക്ഷത്രത്തിൽ ആ മിഥുന ലഗ്ന തിങ്കളാണ് ഭഗവതി അദ്ദേഹത്തിന് മുമ്പിൽ സർവാഭരണ വിഭൂഷിതയായിട്ട് ദർശനം നൽകി എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഐതിഹ്യം. സുരക്ഷയ്ക്കായി 600ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കും. ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 9:30 വരെയാണ് മകം തൊഴൽ. മാർച്ച് 5 വരെയാണ് മകമുത്സവം. ജനം, കൊച്ചി.